ഞാൻ പറയുമല്ലോ, ഞാൻ ചോദ്യം ചോദിച്ചല്ലോ, നമുക്ക് ഉത്തരം പറയണ്ടേ? തർക്കം എവിടെയാ? ഒരു തർക്കമില്ല. അപ്പൊ മധുരം കൂടിയെന്നാ തോന്നുന്നത്. ഇതിപ്പോ 5 വർഷത്തെ UDF ഗവൺമെന്റും 10 വർഷത്തെ LDF ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രം മതി UDF LDF തമ്മിലുള്ള വ്യത്യാസം. ഉയർന്ന കേട്ട പേരാ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. മെസ്സി വന്നു, പക്ഷെ നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വന്നുപോയി. അടുത്ത 2.5 വർഷം കൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം, അത് ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം പലതരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, പുതുപ്പള്ളിയുടെ കാര്യത്തിൽ. പക്ഷെ അത് തർക്കമാണെന്ന് പറയാൻ പറ്റുമോ? വഴക്കാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയും. കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗാണ്. ആ വാണിംഗ് ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പൊ മധുരം കൂടിയെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ UDFനെ സംബന്ധിച്ച് വലിയൊരു വിജയം നേടി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളോടാണ് നമ്മളെന്നും കടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ, UDF മുന്നോട്ട് വെച്ച ആ വിഷന്, അതുപോലെ തന്നെ UDFന്റെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ്, അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു 5 വർഷത്തെ UDF ഗവൺമെന്റും 10 വർഷത്തെ LDF ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രം മതി UDF LDF തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ. ഒപ്പം 5 വർഷം UDFന്റെ പല നേട്ടങ്ങളും എണ്ണി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 10 വർഷത്തെ നേട്ടം എന്താണെന്ന് ഇതുവരെ പറയുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വിലയിരുത്തിയാണ് ജനങ്ങൾ ഇത്ര മികച്ച ഒരു വിജയം UDFന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ട ആൻഡി സാർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗാണ്. ആ വാണിംഗ് ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യങ്ങളോ? നമ്മുടെ ഇപ്പൊ ഈ അങ്ങയോടൊരു ചെറിയ കാര്യം ചോദിക്കാനുള്ളത്, നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ ആളുകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ഒരു വിഷയമാണല്ലോ. എല്ലാ ആളുകളുടെ മനസ്സിലെപ്പോഴും ചോദ്യം അത് തന്നെയാണ്. ഈ തർക്കങ്ങളൊക്കെ ഇന്നോ നാളെയോ അവസാനിച്ച് ഒരു വെടിനിർത്തൽ ഉടനെ പ്രതീക്ഷിക്കാൻ കഴിയും. അല്ല, എവിടെയാ തർക്കം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഞാൻ പറയുമല്ലോ, ഞാൻ ചോദ്യം ചോദിച്ചല്ലോ, നമുക്ക് ഉത്തരം പറയണ്ടേ? തർക്കം എവിടെയാ? ഒരു തർക്കമില്ല. ഞങ്ങൾ നിയമസഭ കക്ഷി നാളെ കൂടും, ആ നിയമസഭ കക്ഷി തീരുമാനമെടുക്കും. ഒരു തർക്കം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നല്ലൊരു മുഖ്യമന്ത്രിയെ ആരാണോ MLA പിന്തുണയ്ക്കുന്നത്, ആരാണോ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കുന്നത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആരാണോ അത് നിയമസഭ കക്ഷി കൂടി തീരുമാനിക്കും. അതിനകത്ത് എവിടെ തർക്കം? ഞങ്ങൾക്ക് ആർക്കും തർക്കത്തെക്കുറിച്ച് അറിവില്ല. പക്ഷെ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ ഇലക്ഷന് മുമ്പ് തൊട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ തർക്കം വരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം കാണും. പക്ഷെ അത് തർക്കമാണെന്ന് പറയാൻ പറ്റുമോ? വഴക്കാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയും. അഭിപ്രായത്തിൻ്റെ സമന്വയം ഉണ്ടാകും. അങ്ങനെയല്ല എല്ലാ പ്രാവശ്യവും. പുതിയ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പം പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞ ഒരു സാഹചര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടും. വളരെ സമർത്ഥമായ രീതിയിൽ അദ്ദേഹം വരുന്ന 5 വർഷവും ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഞാനത് കൃത്യമായി, പക്ഷെ എനിക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഞാൻ പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് പോകാം. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്ന വിധം ഒന്നുകൂടെ പരിഷ്കരിച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇതിനകത്തുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച് തീരുമാനങ്ങൾ എടുക്കാനും
മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുവാനും സാധിക്കണം. ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം പലതരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇച്ചൂടൊന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയും കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി ആയും കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലോട്ടേക്ക് അത് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കോൺഫിഡൻസ് നിലനിർത്തുവാൻ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കണം. കാരണം എന്നും ഇന്ത്യയുടെ പേര് നിലനിർത്തിയിട്ടുള്ള സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം എവിടെയെങ്കിലും ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രവർത്തനമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് ഇലക്ഷൻ്റെ നടത്തിപ്പിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം, ഞാൻ MLA ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പുതുപ്പള്ളി ഒരു സ്പോർട്സിൻ്റെ സെൻ്റർ ആക്കണം എന്നുള്ളതായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഞാനൊരു വീട്ടിൽ പ്രചരണത്തിന് അന്ന് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം ഒരുക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു പേരൻ്റ് എൻ്റെ ജീവിതത്തിൽ കളിക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്താണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിൻ്റെ സെൻ്റർ ആക്കണം. ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ടർഫ് ഉണ്ടാക്കിച്ചു, അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമതൊരു ടർഫ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനോട് ചേർന്നാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം, അതിന് സ്ഥലം വിട്ടു തരുവാൻ കുറച്ച് പേര് മാനസികമായിട്ടെങ്കിലും തയ്യാറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാൻ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ IPL ഫാൻ പാർക്ക് പുതുപ്പള്ളിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത പ്രാവശ്യം IPL നടത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ IPL നടത്തുക അവരുടെ കുറേ നോംസ് ഉണ്ട്, പക്ഷേ നടത്തുവാനുള്ള സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റിയിലേക്ക് ഞാൻ കടന്നു. 2.5 വർഷമായിട്ട് ഞാൻ എൻ്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അടുത്ത 2.5 വർഷം കൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം, അത് ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ പറയുന്നത്, സ്പോർട്സിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു എക്കോണമി അത് കേരളത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്പോർട്സിൽ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏറ്റവും ഉയർന്ന കേട്ട പേരാണ് മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. മെസ്സി വന്നു, പക്ഷേ നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ നാട്ടിലും വന്നു പോയി. ഞാൻ പറയുന്നത്, നമുക്കിനി നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി ഉണ്ടാവണം. ഞാൻ അന്ന് തൊട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി ഉണ്ടാവണം. ആ മെസ്സി വന്ന് പോയപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു 16-20 കോടി രൂപ കൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. 4 സ്ഥലത്ത് 4 ദിവസം ചെലവഴിച്ചതിനാണ് 20 കോടി അല്ലെങ്കിൽ 30 കോടി. അവർക്കുള്ള നേട്ടം അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടി ചെറുപ്പക്കാരെ കൂടുതൽ സ്പോർട്സിലേക്കും നമുക്ക് നയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അത് തന്നെയാണ്. 2, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇവിടെ നമുക്കൊരു IT-യുടെ ഹബ്ബ് കോട്ടയത്തിന് വേണം, അത് പുതുപ്പള്ളിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഇതിനു മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതും അന്നത്തെ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, ഞാൻ സ്ഥലം വിട്ടുതരാം, ഞങ്ങൾക്കൊരു IT ഹബ്ബ് വേണം. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ശമ്പളം മേടിക്കുന്ന ഒരു മലയാളി ശ്രീ തോമസ് കുര്യൻ, പാമ്പാടിക്കാരനാണ്, പുതുപ്പള്ളിയിൽ നിന്നാണ്. അദ്ദേഹം പോയി അമേരിക്കയിൽ പോയി ഒത്തിരി നാൾ അവിടെ പ്രവർത്തിച്ചു, വലിയ ഉയർന്ന നിലനിൽക്കുന്നു. ഗൂഗിൾ ക്ലൗഡിൻ്റെ CEO ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഒരു IT കമ്പനിയുടെ ആളാണ്. പക്ഷേ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ 1,50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ ആന്ധ്രയ്ക്കാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് വിടുന്നതിന് അർത്ഥം എന്താ? അതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കുവാൻ, എന്നും വിദേശത്ത് പോയി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തലയുയർത്തി ജീവിക്കാനുള്ള IT രംഗത്ത് സാഹചര്യം ഒരുക്കുവാൻ ഒരു IT ഹബ്ബാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. മൂന്നാമത്തെ പ്രയോറിറ്റി ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ആക്കി പുതുപ്പള്ളി ഉയർത്തുക എന്നുള്ളതാണ്. അനവധി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം ഞാൻ MLA ആയപ്പോൾ തൊട്ട് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി പെട്ടൊരു കാര്യമാണ്. സർക്കാർ സഹായിച്ചിട്ടില്ല. ഞാൻ കല്യാൺ ജുവലേഴ്സിൽ നിന്ന് 15 ലക്ഷം രൂപ അതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഗവൺമെന്റിന്റെ സഹായമാണ് ആവശ്യം. കാരണം എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കേരളയ്ക്ക് വിട്ടുകൊടുത്തത് 10,000-3000 വർഷം പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അവിടെ ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള പുതുപ്പള്ളിയെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഞാൻ പറയാം.